എന്നെ നിയമിച്ചു. നേരോ? കോഴ്സ് കഴിയുന്നവരെ മാനേജ്മെന്റ് സ്കെയിലിൽ ചെറിയ ജോലി, ജീവിക്കാനും പഠിക്കാനും മാന്യമായ ശമ്പളം. ആ ഡോക്ടർ എന്ത് നല്ല മനുഷ്യനാണ്. ജോലി കിട്ടുകയല്ലേ, നിന്നെ ഒന്ന് ചികിത്സിക്കട്ടെ വെച്ചേ. ഞാൻ അടുത്ത് പഠിക്കാം. നീ തൂകിവ സംഗീതരഞ്ജിനി, ഈ ജീവിതം രാഗോത്സവം മന്ദാരഹാസിനി, മോഹങ്ങളിൽ തേൻ തന്നു നീ ശൃംഗാരവാഹിനി, ലതികേ ഉണരൂ എൻ മനസ്സിൽ നീ പടരൂ, ലഹരി നുരയും ലഹരി നിന്നെഞ്ചിലും നീ വാഴുമെന്നെഞ്ചിലും. പ്രിയനേ
രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പോയി വിളിക്കൂ അവനെ. ഇങ്ങനെയുണ്ടോ ഒരു കാര്യം? അവൻ സ്വന്തം നിലയിൽ ജോലി ചെയ്ത് രൂപ ഉണ്ടാക്കി പഠിക്കുന്നു, പഴയ കൂട്ടുകെട്ടുകളും വിട്ടു. എന്നാലും വിളിക്കില്ല എന്ന് വെച്ചാ അവൻ വല്ലത് ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലയോ ആർക്കറിയാം. എന്താ എന്താ എഴുന്നേറ്റത്? വിശപ്പില്ല. തൂക്കിയെടുത്ത് കഴിഞ്ഞ കണക്കിലാണ് ആഹാരം. അതും മുടങ്ങിയാലും ചേടാ മിണ്ടാനും വയ്യെന്ന് വെച്ചാൽ എങ്ങനെയാ? അല്ല ഞാനിപ്പോ വല്ലതും പറഞ്ഞു? ആകെ ഒന്നേ ഉള്ളൂ. അല്ല അവനും വിചാരിക്കണമല്ലോ അച്ഛനല്ലേ പറഞ്ഞത് അങ്ങ് ക്ഷമിക്കാമെന്ന്. അതും പറയണമല്ലോ. അവൻ എവിടെയാ മോളെ താമസിക്കുന്നത്? ഇപ്പോ ഹോസ്പിറ്റലിലെ ഒരു മുറിയിലാണ്. ഒരു വീടെടുക്കണമെന്ന് പറയുന്നത് കേട്ടു. അമ്മാവ അമ്മാവ, MBBSന്റെ റിസൾട്ട് വന്നു. ഉണ്ണേട്ടന് ക്ലാസ് ഉണ്ട്. ഓഹോ, എന്റെ മോൻ പിഴച്ചു പോയൊന്നുമില്ല. ഇനിയെങ്കിലും പോയി അവനെ വിളിക്കരുതോ? ഞാൻ പോയി വിളിക്കില്ല. ഞാൻ പോയി വിളിച്ചോണ്ട് വരും. ആകാശം ഇടിഞ്ഞു വിടാൻ ശരി എന്റെ മോനെ ഞാൻ വിളിക്കും. ഓ, അത് നിന്റെ ഇഷ്ടം. ഇത്തരം പിടിവാശമൊന്നും ആർക്കും നല്ലതല്ല. എനിക്ക് എന്റെ മോനെ കാണാൻ അര നിമിഷം പോലും കഴിയാൻ വയ്യ. വിളിച്ചാൽ അവൻ വന്നില്ലെങ്കിലോ? പിന്നെ ഇല്ലേ, എനിക്ക് സംശയമില്ല അവൻ വരും. ഞാൻ മുലമെടുത്ത് വളർത്തിയതാണ് അവനെ. എപ്പോഴാണ് എന്റെ കണ്ണടയുന്നതെന്ന് അറിയില്ല. അവനെ കാണാതെ അവന് വിളമ്പി കൊടുക്കാതെ എനിക്ക് കഴിയാൻ സാധിക്കുന്നില്ല. ആര് തടഞ്ഞാലും ശരി ഞാൻ പോവും. ഞാൻ തന്നെ വിളിച്ചോണ്ട് വരും. അവന്റെ അച്ഛനോട് അവനെ കൊണ്ട് എന്നെ മാപ്പ് പറയിക്കും. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ എന്റെ കൂടെ അവിടെ വരെ വരണം. പാറോ കഥ കാണിക്കും. അമ്മ വരും. അമ്മ എന്തിനാണ് കരയുന്നത്? എനിക്കിവിടെ സുഖമാണ്. അതെ, നിനക്കിവിടെ സുഖമാണ്. അച്ഛനും അമ്മയില്ലാത്ത സുഖം. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാൽ ഞങ്ങൾ കൊല്ലും. എന്നിട്ട് അച്ഛൻ അവിടെയും മോൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. അമ്മ വിഷമിക്കരുത്. അമ്മയ്ക്കിപ്പോ എന്താണ് വേണ്ടത്? എനിക്കിത്ര വിഷം തരണം. അത് മാത്രം പറ്റില്ല. മറ്റെന്തും തരാം. എന്നാ നീ ഇപ്പൊ എന്റെ കൂടെ വരണം. അതും പറ്റില്ല. എന്നാ ഞാൻ ഇവിടുന്ന് പോവില്ല. വളരെ സന്തോഷം. അമ്മ എങ്ങും പോകണ്ട. ഞാൻ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി താമസിക്കാം. അമ്മാവൻ നീ നിന്റെ അമ്മയോടെ ഉണ്ടല്ലോ. അത് മതിയോ? അത് മതി. എത്രയും വേഗം നിന്നെ ഞാൻ വിവാഹം കഴിക്കും. അത് കഴിഞ്ഞാൽ നീയും എന്റെ വീട്ടിലേക്ക് പോയി. വിവാഹത്തിന്റെ തീയതി തീരുമാനിക്കട്ടെ. തടസ്സമുണ്ടെങ്കിൽ ഇപ്പോഴേ പറയണം. ഉണ്ണി, നീ ഇങ്ങനെ എല്ലാവരും ധർമ്മസങ്കടത്തിലാക്കരുത്. അവൾക്കും ചിലരോടൊക്കെ ചോദിക്കാനില്ലേ? എനിക്കാരോടും ചോദിക്കാനൊന്നുമില്ല. ഒരാഴ്ചയ്ക്ക് എന്നെ വീട് അറിയണം. അമ്മേ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ആ വാടക വീടിന്റെ താക്കോല് വാങ്ങിയിട്ട് ഉടനെ വരാം. മോളെ, മോളില്ലോണ്ട് വിഷമിക്കണ്ട. എല്ലാം ശരിയാ. അമ്മായി, ഞാൻ കുറച്ചു ദിവസം ഉണ്ണിയുടെ കൂടെ താമസിക്കാം. എങ്കിലും എല്ലാ കാര്യങ്ങളും ശരിയാവും. മോള് അമ്മാവനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. കൃത്യസമയത്ത് ആഹാരവും മരുന്നൊക്കെ കൊടുക്കണം. ദേവി മകന്റെ കൂടെ താമസമാക്കിയല്ലേ? ഉണ്ണേട്ടൻ വാടകയ്ക്കൊരു വീടെടുത്തു. അമ്മാവി കുറച്ചു ദിവസം. ശ്രീദേവി, ആരെയും കണ്ടില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മോളെ, അമ്മാവന് വിശേഷിച്ചൊന്നുമില്ലല്ലോ? ഇല്ല. എന്നോട് ദേഷ്യമായിരിക്കും. ഏയ്, ദേവിയോട് ഒരു ദേഷ്യമില്ല. എന്റെ കാര്യം വല്ലതും പറയാറുണ്ടോ? ഉണ്ട്. ഞാനങ്ങോട്ട് വന്നാലോ? പോകാം. ഉണ്ണി അറിഞ്ഞ പിന്നെ ഇങ്ങോട്ട് കേറ്റൂല. എന്നെ ഒരു കാലിനും കൊണ്ടുപോകുന്നില്ല. ദേവി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്ക് അദ്ദേഹത്തെ കാണാതിരിക്കാൻ വയ്യ.
സുഖമില്ലാത്ത മനുഷ്യനല്ലേ. ഞാൻ അങ്ങോട്ട് വരിക. മോനും മടിശല്യൊക്കെ പിന്നീട് ഉണ്ടായതല്ലേ. അമ്മാവിക്ക് അങ്ങോട്ട് വരരുതോ? അതെങ്ങനെയാ? അവൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വരുന്നുണ്ട് പിഴയാളി. മനുഷ്യനെ തീ തീറ്റിക്കാണിവൻ. ആ പാറു അപ്പച്ചിയപ്പോ വന്നു. വന്നതേ ഉള്ളൂ മോനെ. ഞാൻ അപ്പച്ചി ഒന്ന് കാണാനിരിക്കുമായിരുന്നു. എത്രയും വേഗം പാറുവിന് എനിക്ക് കല്യാണം കഴിച്ചു തരണം. ചേട്ടനോട് പറയാം. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് സ്ത്രീധനം വേണ്ട, സ്വർണം വേണ്ട. വിവാഹത്തിലെ മുഴുവൻ ഞാൻ ഉണ്ടായിക്കോളും. പാറു, നിനക്ക് നിന്റെ അമ്മാവനോ ഞാനോ ആരാണ് വലുതെന്ന് നീ തന്നെ തീരുമാനിക്കും. ചേട്ടൻ വന്നിട്ട് ഏറെ നേരമായോ? വന്നതേ ഉള്ളൂ. കാപ്പി കൊണ്ടുവരട്ടെ? ശ്രീധരൻ കാപ്പി ഇട്ടുന്നു. ശ്രീദേവിയെ കാണാനായി ഞങ്ങളൊന്ന് പോയി. ഉം. അമ്മാവിന്റെ സുഖവിവരങ്ങളെല്ലാം ചോദിച്ചു. സന്തോഷം. പാർവതിയെ ഉടനെ വിവാഹം കഴിക്കണമെന്ന് ഉണ്ണി പറഞ്ഞു. എനിക്ക് സമ്മതമല്ല. ചേട്ടന് സമ്മതമല്ലെങ്കിൽ എനിക്കും സമ്മതമല്ല. നിനക്കോ? തുറന്നു പറയൂ. ഉണ്ണിയെ വിവാഹം കഴിക്കുന്നത് നിനക്കിഷ്ടമാണോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടോ അതോ എന്നോടുള്ള വൈരാഗ്യം കൊണ്ടോ അവന്റെ ഈ തീരുമാനം? ഉണ്ണിയേട്ടന് എന്നെ ഇഷ്ടമാണ്. നല്ല ഉറപ്പാണോ? ശരി. പക്ഷേ എന്റെ സമ്മതത്തോടെ അല്ല ഈ വിവാഹം നടക്കുന്നതെന്ന് അവനോട് പറഞ്ഞേക്ക്. ഒരു കാര്യം, അവൻ പിന്നിലാവാണ്. സന്ധ്യയ്ക്ക് കുറെ ഇരുട്ടിയ ശേഷം ഉദിക്കുന്ന നിലാവ്. ആ ഇരുട്ടിൽ വിഷപ്പാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും. അതുകൊണ്ട് പിന്നിലാവിൽ സൂക്ഷിച്ചു വേണം നടക്കാൻ. മനസ്സിലായോ? മനസ്സിലായി. സരസ്വതി, നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം. അയ്യോ ചേട്ടാ, അമ്മാവൻ അങ്ങനെ പറയരുത്. അമ്മാവനെ ഒറ്റയ്ക്കാക്കിട്ട് ഞങ്ങൾ പോവില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മാവനത് പറയുന്നത്. എന്റെ കാര്യം നോക്കാൻ ശ്രീധരൻ മതി. നിങ്ങൾ ഇന്ന് തന്നെ പോണം. പാറു, നിന്നെ അപ്പച്ചി നിന്റെ അമ്മാവൻ ഇറക്കി വിട്ടതാണോ? അല്ല. രണ്ടായാലും നല്ലത്. ആ ക്ഷണക്കത്തൊക്കെ അടിച്ചു കിട്ടി. നിനക്ക് ആരെങ്കിലും ക്ഷണിക്കണേ ക്ഷണിച്ചോ. ഉണ്ണി, എന്റെ ഒരു അപേക്ഷയാണ്. അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം. സാധ്യമല്ല. ഞങ്ങളുടെ വിവാഹം ആർഭാടമായിട്ട് തന്നെ നടക്കും. ഡോക്ടർ ഗോപി ആവശ്യത്തിനുള്ള മുഴുവൻ രൂപയും തന്നിട്ടുണ്ട്. ആ പിന്നെ വിവാഹം ടാഗോർ ഹാളിൽ വെച്ചായിരിക്കും. അപ്പച്ചിക്കും പാറുവിനും കാർ വരും. പാർവതിയാണ്. ലൈറ്റ് ഇട്ടോളൂ. നാളെ രാവിലെ 10 മണിക്കാണല്ലേ വിവാഹം? അതെ. ശ്രീധരനും ക്ഷണക്കത്ത് വന്നു. എനിക്കില്ല. ആ കത്തിഞ്ഞെടുക്കും. നീ അതൊന്ന് വായിക്ക. ഞാനും ശ്രീവിലാസത്ത് പരേതനായ രാഘവമേനന്റെയും സരസ്വതി അമ്മയുടെയും മകൾ പാർവതിയും തമ്മിലുള്ള വിവാഹം മാർച്ച് 27-ാം തീയതി രാവിലെ 10 മണിക്ക് ടാഗോർ ഹാളിൽ വെച്ച് നടക്കുകയാണ്. താങ്കൾ സകുടുംബം പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഡോക്ടർ ഗോവിന്ദൻ ഉണ്ണി, MBBS. പരേതന്റെ കോളത്തിലും എനിക്ക് സ്ഥാനമില്ല. മോള് ദുഃഖിക്കണ്ട. അമ്മാവൻ സന്തോഷമാണ്, നിറഞ്ഞ സന്തോഷം. അമ്മാവൻ ജയിച്ചു. എന്റെ മോൻ നല്ലവനായി.
നന്നായി വരുമ്പോൾ ഉണ്ണി നേരെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ? അല്ല. പ്ലീസ്, നിങ്ങൾ രണ്ടുപേരും അച്ഛനെ ചെന്ന് കാണും. ഇല്ല ഡോക്ടർ, എന്നെ നിർബന്ധിക്കരുത്. അച്ഛൻ, എനിക്ക് അച്ഛനില്ല. ഉണ്ട്, ഉണ്ണിക്ക് അച്ഛനുണ്ട്. അച്ഛനേ ഉള്ളൂ. ഉണ്ണിയെ അദ്ദേഹം അറിഞ്ഞ് ചികിത്സിച്ചു. പക്ഷേ ഉണ്ണി അദ്ദേഹത്തെ തീരെ അറിഞ്ഞില്ല. ഉണ്ണിക്ക് അറിയണോ, ഉണ്ണിക്ക് ഞാൻ ജോലി തന്നതും എല്ലാ സൗകര്യങ്ങൾ ചെയ്തു തന്നതും അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ്. വിവാഹ ചെലവുകൾക്ക് ഞാൻ തന്ന പണം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചതാണ്. ഉണ്ണി പാർവതി വിവാഹം കഴിച്ചതിൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഉണ്ണിയുടെ അച്ഛനാണ്. ഡോക്ടർ, എന്നെ വിശ്വസിക്കൂ ഉണ്ണി, വിശ്വസിക്കൂ. ഇത്രയും നാളിൽ മറച്ചു വെക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. He was right. എല്ലാം നല്ലതിനായിരുന്നു. വരൂ, നമുക്ക് അച്ഛനടുത്ത് പോവാം. സാർ, എഞ്ചിനീയർ പണിക്കർ സാർ അകത്തിരിക്കുന്നു. അമ്മാവ, എനിക്ക് മാപ്പ് തരൂ അച്ഛാ. അമ്മാവ, അച്ഛാ, അച്ഛാ, അമ്മാവ, അച്ഛാ. എന്റെ ദൈവമേ! ഞാൻ എന്റെ അച്ഛനെ കൊന്നു. അച്ഛന്റെ ഓമന മകൻ അച്ഛനെ കൊന്നു വെച്ചാ. ഉണ്ണി, യു ആർ എ ഡോക്ടർ. ഡോണ്ട് ബി സില്ലി. സ്വയം അച്ഛനാകുന്നത് വരെ സ്വന്തം അച്ഛനെ മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. അച്ഛൻ മകൻ തോൽക്കാതെ അച്ഛന്റെ മകനായി ജീവിക്കാൻ ഒരു ജന്മം മുഴുവൻ മുന്നിൽ കിടക്കുന്നു.